ആകെ കൂടി കിട്ടുന്നൊരു ഞായറാഴ്ച ഒന്ന് വൈബാക്കില്ല പിന്നെ എന്താ കാര്യമല്ലേ. നേരെ വെച്ച് പിടിച്ചു വയലടക്കി. മഴ പെയ്തു കഴിഞ്ഞ നേരമായതുകൊണ്ട് ചുറ്റും കാണാനും നല്ല അടിപൊളിയായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ടപ്പോഴേ നമ്മൾ ഉറപ്പിച്ചു നമ്മൾ പോകുന്ന വഴിയും കയറുന്ന ഡെസ്റ്റിനേഷനും നല്ല അടിപൊളിയായിരിക്കും. അല്ലേലും മഴക്കാലത്ത് നമ്മളെ നാട് കാണാനും എന്തൊരു ഭംഗിയല്ലേ. പെട്ടെന്നായിരുന്നു നല്ല മഴ പെയ്തത്. ക്യാമറയിൽ ഞങ്ങൾ മൊത്തം നനഞ്ഞു കേട്ടോ. ഒന്നും വകവെക്കാതെ നേരെ മുന്നോട്ട് പോയി. ബൈക്ക് റൈഡും മഴയും അതൊരു അടിപൊളി കോമ്പിനേഷനല്ലേ. അതും ഇതുപോലൊരു സ്ഥലത്തൂടെ പോകുമ്പോൾ അത് വേറെ ലെവലായി മാറും. എന്താ ഇവിടെ തൊട്ട് നമ്മുടെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാനുള്ള സമയമായി കേട്ടോ. ഈ വഴിയുള്ള യാത്രക്കാർക്ക് ഈ ഒരു കാഴ്ചകൾ മനസ്സിന് നല്ല രീതിയിലുള്ള സന്തോഷം നൽകും. കുത്തിയൊലിക്കുന്ന വെള്ളച്ചാട്ടവും ചുറ്റുമുള്ള ഒരു കാടും എല്ലാം ആസ്വദിച്ച് കുറേ നേരം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഫ്രണ്ട്സിൻ്റെ ഒപ്പം അടിച്ച് പൊളിച്ച് ഈ ഒരു ഭംഗി ആസ്വദിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെ. ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് ചാടി കുളിക്കാൻ തോന്നില്ലേ. പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് കുറച്ചും ദൂരം വിട്ട് ഇതേപോലെ നിന്ന് ഈ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നതാണ്. കുറച്ച് നേരമായിട്ട് ഈ ഒരു ഭംഗിയൊന്ന് ആസ്വദിക്കാൻ കാറ്റും മഴയും നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഒന്ന് മാറി നിന്ന് തന്നായിരുന്നേ. പക്ഷേ പെട്ടെന്ന് തന്നെ കാറ്റ് വീണ്ടും അടിച്ചു തുടങ്ങി. ഒപ്പം നല്ല മഴയും പെയ്തു തുടങ്ങി. നമ്മൾ ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ ഒരുങ്ങി. നമ്മളങ്ങനെ നമ്മളെ വയലട യാത്രയുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്താൻ പോവുകയാണ്. നമ്മൾ നേരത്തെ കുറച്ച് ദൂരെ നിന്ന് ആസ്വദിച്ചൊരു സ്ഥലമില്ലേ, അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കുറച്ചുകൂടി അടുത്ത് നിന്ന് ഈ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റും. പല സ്ഥലങ്ങളിലായിട്ട് നമ്മളെ വയലട കാണാൻ വേണ്ടിയിട്ട് നിരവധി ആൾക്കാരാണ് കേട്ടോ അങ്ങോട്ട് എത്തുന്നത്. ഈ ഒരു വ്യൂ ഈ ഒരു സ്ഥലത്തെ അതിമനോഹരമായി തീർക്കുകയാണ്. കുത്തി ഒലിക്കുന്ന വെള്ളച്ചാട്ടവും അതിന് ചുറ്റുമുള്ള ഈ കാടും എന്ത് ഭംഗിയാലേ. നമ്മൾ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത കേട്ടോ. ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത്. വേനൽക്കാലത്തും അത്യാവശ്യം ഒഴുക്ക് കുറഞ്ഞ സാഹചര്യങ്ങളും ഇവിടെ വന്നിട്ട് ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നവർ കുറേ പേരുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അല്പം ഡേഞ്ചറാണത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങി കുളിച്ചില്ലേ പിന്നെ എന്താ വൈബ് എന്ന് ചോദിക്കുന്നവരുണ്ടാകും കേട്ടോ. പക്ഷേ നമ്മുടെ സേഫ്റ്റി അത് നമ്മൾ തന്നെ നോക്കണ്ടേ. നമ്മളെല്ലാം തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ ചില കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു ശാന്തമായ സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ, അതൊന്ന് വേറെ തന്നെയല്ലേ. കോഴിക്കോട് വന്ന് പ്രകൃതിയെ അടുത്തറിയാനും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും പറ്റിയ ചില സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് ഈ ഒരു വയലട മലയും. ചെറിയൊരു ചിലവിൽ ഇത്രയും നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ വയലട മലയുടെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല കേട്ടോ. ഇനിയും ഉണ്ട് കാണാൻ കുറേ. പോകുന്ന വഴികളും നമ്മൾ കാണുന്ന ഡെസ്റ്റിനേഷനും അതിമനോഹരമായിരിക്കും. അടുത്ത വീഡിയോസിലായി നിങ്ങൾക്കത് കാണാവുന്നതാണ്.